ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പം നമ്മൾ 10th ഫിസിക്സിലെ ചാപ്റ്റർ 1 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, ഹാവ് യു എവർ ഫെൽറ്റ് ദ വൈബ്രേഷൻ ഓഫ് ദ ടേബിൾ വെൻ എ മിക്സി കെപ്റ്റ് ഓൺ ദ ടേബിൾ വർക്ക്സ്? അപ്പോൾ നമ്മളൊരു മിക്സി ടേബിളിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശബ്ദം വരൂല്ലേ. അപ്പോൾ നമ്മൾ ടേബിളിൽ രണ്ടും കൂടി വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. എക്സൈറ്റ് എ ട്യൂണിംഗ് ഫോർ ക്യാൻ ലിസൺ ടു ഇറ്റ്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ സൗണ്ട് ഹേർഡ് വെൻ ദ സ്റ്റെം ഓഫ് ദ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് പ്രസ്ഡ് ഓൺ ദ ടേബിൾ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ സൗണ്ട് ബീങ് ലൗഡർ? അപ്പോൾ നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക് വെച്ചിട്ട് ടേബിളിൽ സൗണ്ട് ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പം നമുക്കവിടെ സൗണ്ടിന് കുറച്ചും കൂടിയും സൗണ്ട് കുറച്ച് ലൗഡറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ റീസൺ എന്താണെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഇൻ ദിസ് കേസ് ദ സൗണ്ട് ബിക്കം ലൗഡർ ബിക്കോസ് ദ ടേബിൾ ആൾസോ വൈബ്രേറ്റ് അലോങ് വിത്ത് ദ ട്യൂണിംഗ് ഫോർക്ക്. ഇപ്പോൾ മിക്സിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മിക്സിയുടെ ശബ്ദം വരുമ്പോൾ വെച്ചിട്ടുള്ള ടേബിളും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇരട്ടി ശബ്ദമാണ് അല്ലേ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഇതുകൊണ്ട് നമ്മളെ ടേബിളും അതുപോലെ തന്നെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സൗണ്ട് വലുതാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കവിടെ പഠിക്കാനുള്ള ഒരു ടേമാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ? ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുക, പക്ഷെ അത് വേറൊരു ഒബ്ജക്റ്റിൻ്റെയും കൂടിയും കാരണം. ഇപ്പം നമ്മൾ മിക്സി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ടേബിളും ഉണ്ടാവുന്നത്. അപ്പോൾ എക്സ്ട്രാ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞില്ലേ, ആ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ കേസിൽ ടേബിൾ വൈബ്രേറ്റ് ചെയ്യും. എന്താണ് എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് ആയിട്ട് ആരുണ്ട്? ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ട്രൈ ദീസ് ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണെന്ന് പഠിക്കണം കേട്ടോ. അത് എക്സാമിന് വരാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. ട്രൈ ദീസ് ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ യൂസിങ് ദ ഡിവൈസസ് ഇൻ വിച്ച് two sets of 3 identical hacksaw blade, each of length about 13 cm and 17 cm are fixed between 2 wooden blocks. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലൊരു ഫിഗർ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ 13 സെൻറ്റിമീറ്റർ ആണ് ബ്ലൂ, 17 സെൻറ്റിമീറ്റർ റെഡ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എന്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്? ഹാക്സോ ബ്ലേഡ്സ് ഒരു വുഡൻ ബ്ലോക്സിൽ 2 വുഡൻ ബ്ലോക്സ് അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമ്മ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ. വാട്ട് ഡു യു ഒബ്സർവ്? നമ്മുടെ കൈവിരൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റത്തെ എ തട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാം? അവർ ചോദിക്കുന്നത് എല്ലാ ബ്ലേഡ്സും വൈബ്രേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എ മാത്രമാണോ വൈബ്രേറ്റ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് പറയാം? ആൻസർ ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ്. എല്ലാ ബ്ലേഡ്സും എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, അടുത്തത് ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റ് വിത്ത് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്? എല്ലാ ബ്ലേഡ്സും സെയിം ആംപ്ലിറ്റ്യൂഡിലാണോ വൈബ്രേറ്റ് ചെയ്യുക? അല്ല കേട്ടോ. ആൻസർ വരുന്നത് നോയാണ്. വിച്ച് ഓഫ് ദം വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? ഏതാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക? അതിൻ്റെ ഉത്തരം വരുന്നത് എ, സി, ഇ ആണ്. ശ്രദ്ധിക്കുക, ബ്ലൂ കളറിലുള്ളത് നമ്മൾ എ ആണ് ഫിംഗർ വെച്ച് തട്ടുന്നതെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? എയും സിയും ഇയും. റീസൺ എന്ന് പറയുന്നത് അത് മൂന്നും സെയിം ലെങ്ത് ആണ്. നമ്മൾ നേരത്തെ ഫാക്ടേഴ്സ് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സെയിം ലെങ്ത് ആണ്, ഇതുകൊണ്ട് അത് മൂന്നുമാണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്ഡ് വൈബ്രേറ്റിംഗ് എക്സൈറ്റ് ബി ആൻഡ് റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ സയൻസ് ഡയറി. ഇപ്പോൾ എല്ലാ വൈബ്രേഷനും നിന്നു, നമ്മളിത് ബി ആണ് തട്ടിക്കൊടുക്കുന്നതെന്ന് വയ്ക്കുക. ബി ആണ് തട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബി ആണ് തട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് ബിയുടെ സെയിം ലെങ്ത്ത് വരുന്നത് ഏതൊക്കെയാണ്? ബിയും ഡിയും എഫുമാണ് അല്ലേ, റെഡ് കളറിലുള്ളത്. സോ അത് മൂന്നും ആയിരിക്കും എന്ത്? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ
വൈബ്രേറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒബ്സർവേഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് ചോദിക്കുന്നു. അടുത്തത്, വെൻ ബ്ലേഡ് എ വൈബ്രേറ്റ് വൈ വുഡ് ദ ഹാക്സോ ബ്ലേഡ് സി ആൻഡ് ഇ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? എന്തുകൊണ്ടാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറയണത്? അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ കാരണം അത് മൂന്നും എന്താണ്? സെയിം ലെങ്ത് ആണ് അല്ലേ? അത് മൂന്നും സെയിം ലെങ്ത് ആണ്. സെയിം ലെങ്ത് ആയതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. സിൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ്, അപ്പോൾ അതിൻ്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ കാര്യം പറയണം. സിൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സി ആൻഡ് ഇ ആർ ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ, ദേ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അതുകൊണ്ട് സെയിം ലെങ്ത് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആണ്. അതുകൊണ്ടാണ് എ വൈബ്രേറ്റ് ചെയ്തപ്പോൾ സിയും ഇയും എന്തായത്? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് പഠിക്കാം. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആർ ഈക്വൽ, ദെൻ ദ ഒബ്ജക്റ്റ് ആർ സെഡ് ടു ബി ഇൻ റെസൊണൻസ്. അപ്പോഴാണ് നമുക്കവിടെ പഠിക്കാനുള്ളത് എന്താണ്? റെസൊണൻസ് എന്ന ടേം എന്താണെന്ന് പഠിക്കാനുള്ളത്. നാച്ചുറൽ ഫ്രീക്വൻസി, ഇപ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു ഒബ്ജക്റ്റും ഉണ്ട്, അതേപോലെ ഫോഴ്സ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റും ഉണ്ട്. ഇത് രണ്ടിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്തിലാണെന്ന് പറയാം? റെസൊണൻസിൽ ആണെന്ന് പറയാം. ദ ഒബ്ജക്റ്റ് അണ്ടർഗോയിങ് റെസൊണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഈ റെസൊണൻസിലേക്ക് പോയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് എന്തിൽ വൈബ്രേറ്റ് ചെയ്യുക? ഹയർ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ റെസൊണൻസ് എന്താണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ ഏതിലൊക്കെയാണ് റെസൊണൻസ് വരിക? അപ്പോൾ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റും ഫോഴ്സിങ് ഒബ്ജക്റ്റും തമ്മിലുള്ള നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആവുമ്പോൾ അതെന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യണത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. അതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു എക്സ്പീരിമെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഫിഗർ ഒരു ഫിഗർ കാണുന്നില്ല ലെഫ്റ്റ് സൈഡിൽ? ഓക്കെ, ഇമേഴ്സ് ഇൻ വാട്ടർ എ PVC പൈപ്പ് ഓഫ് അബൌട്ട് 50 cm ലെങ്ത് ആൻഡ് 4 cm ഡയാമീറ്റർ, excited a tuning fork of frequency 512 Hz and hold it close to the mouth of the pipe. നമുക്കറിയാം അല്ലേ, ഒരു പൈപ്പ് താഴ്ത്ത് വെച്ചേക്കുക. പൈപ്പിൻ്റെ ലെങ്ത്ത് പറയുന്നുണ്ട് 50 cm ആണ്, അതിൻ്റെ ഡയാമീറ്റർ വരുന്നത് 4 cm ആണ്. ഒരു ട്യൂണിങ് ഫോർക്ക്, അതിൻ്റെ ഹെഡ്സ് എത്രയാണ്? 512 Hz ആണ്. നമ്മൾ പൈപ്പിൻ്റെ അറ്റത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേരി ദ ലെങ്ത് ഓഫ് ദ എയർ കോളം ഇൻസൈഡ് ദ പൈപ്പ് ബൈ ഗ്രാജുവലി റേസിംഗ് ബോത്ത് ദ ട്യൂണിങ് ഫോർക്ക് ആൻഡ് പൈപ്പ്. ഡോണ്ട് യു ഹിയർ എ ലൗഡർ സൗണ്ട് അറ്റ് എ പർട്ടിക്കുലർ സ്റ്റേജ്? നമുക്കറിയാം ട്യൂണിങ് ഫോർക്ക് വെച്ച് അടിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? നല്ലൊരു സൗണ്ട് വരും. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? ഇതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം അല്ലേ, ട്യൂണിങ് ഫോർക്ക് വെച്ച് അടിക്കുമ്പോൾ സൗണ്ട് വരും എന്ന്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ ഒരു എയർ കോളം ഉണ്ട് അല്ലേ? അപ്പോൾ ആ എയർ കോളത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും അതേപോലെ തന്നെ ട്യൂണിങ് ഫോർക്കിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരും? റെസൊണൻസ് ഉണ്ടാവും. റെസൊണൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? നല്ല ഹൈ സൗണ്ട് ഉണ്ടാവും. സോ ഇങ്ങനെയാണ് പറയുക, ഹിയർ ദ നാച്ചുറൽ ഫ്രീക്വൻസി, നോട്ട് ചെയ്തോളൂ, ഹിയർ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എയർ കോളം ഈസ് equal to that of the tuning fork. Then they are in resonance. അതുകൊണ്ട് തന്നെ എന്താണ്? അത് റെസൊണൻസിലാണ്. Then they are in resonance, full stop, so that a louder sound is produced. അതുകൊണ്ട് തന്നെ ഒരു ലൗഡർ സൗണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ റെസൊണൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിമെൻ്റ് ആണ്. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എയർ പൈപ്പും അതേപോലെ തന്നെ ട്യൂണിങ് ഫോർക്കും സെയിം ആണ്. അത് റെസൊണൻസിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലാർജർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വയ്ക്കുന്നു. അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെയും റെസൊണൻസിൻ്റെയും അപ്ലിക്കേഷൻസ് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്ലിക്കേഷൻസ് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്ലിക്കേഷൻസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. നമ്മൾ MRI സ്കാനിങ് കേട്ടിട്ടുണ്ട് അല്ലേ? MRI സ്കാനിങ് ആണ്
ഫസ്റ്റ് വരുന്ന അപ്ലിക്കേഷൻ. രണ്ടാമത് വരുന്നത് റേഡിയോ ട്യൂണിംഗ് ആണ്. ഇനി നമ്മൾ മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം, ഇതൊക്കെ നമുക്ക് അപ്ലിക്കേഷനായിട്ട് പറയാം. ഫോർത്ത്, ക്യാൻ യു ഹിയർ ഈവൺ ദ ഫെയിൻറ്റസ്റ്റ് സൗണ്ട് ഓഫ് ഹാർട്ട് ബീറ്റ് വെൻ യു ലിസൺ ഇറ്റ് ടു ദ സ്റ്റെതസ്കോപ്പ് വെച്ചാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാം. എ സ്റ്റെതസ്കോപ്പ് യൂസ് ടു ലിസൺ ടു ഈവൻ എ ഫീബിൾ സൗണ്ട് ഇൻ ദ ബോഡി യൂട്ടിലൈസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. ഓക്കെ. അടുത്തത്, ഇൻ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് മെഗാഫോൺസ്, ഹോൺസ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് എസ് ട്രംപറ്റ്സ് ആൻഡ് നാദസ്വരം. ഓക്കെ. അപ്പോൾ അതും നമുക്കൊരു അപ്ലിക്കേഷനായിട്ട് പറയാം. ഓക്കെ, ക്ലിയർ ആയെന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ 1 2 3 4 5 അപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ 5 അപ്ലിക്കേഷൻസും നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അടുത്തത് 3 വരുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രീക്വൻസിയും പീരീഡും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. F=1/P ആണ് ഇക്വേഷൻ എന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സിമ്പിളായിട്ടുള്ള കാര്യം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ വന്നാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യുക. അതേപോലെ ആൻസർ കിട്ടുമ്പോൾ യൂണിറ്റും കൂടി എഴുതാൻ മറക്കരുത്. യൂണിറ്റിന് മാർക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ. ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 1 Hz. അപ്പോൾ സ്മോൾ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ F= എന്ത് കിട്ടി? 1 ആണെന്ന് കിട്ടി. നമുക്കറിയാം F=1/P ആണ്. നമുക്ക് P ആണ് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 1 F എന്ന് പറഞ്ഞാൽ 1 1/P. ക്രോസ് ചെയ്യുക. 1 × P ഇവിടെ എന്താ റൈറ്റ് സൈഡിൽ 1 ഉള്ളൂ. P ഒറ്റയ്ക്ക് നിർത്തുക. പീനല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ പീനെ ഒറ്റയ്ക്ക് നിർത്തുക. റൈറ്റ് സൈഡിൽ 1 ആണ്. ഇവിടെയുള്ള × 1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ /1 ആവും. 1/1 എത്രയാണ്? 1 തന്നെ. അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ് കേട്ടോ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. സെക്കൻഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 1 സെക്കൻഡ്. സിമ്പിളായിട്ടുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അടുത്തത്, ഇഫ് എ പെൻഡുലം ടേക്സ് 0.5 സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് എന്താണ്? പീരീഡാണ്. ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി? അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ F=1/P ആണെന്ന് പറഞ്ഞു. =1/0.5. 1/0.5 ഹരിക്കാൻ വേണ്ടിയിട്ട് 1/0.5 × 10 ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അടിയിൽ × 10 ചെയ്താൽ മേലെ ഞാൻ × 10 ചെയ്യുന്നു. അപ്പോൾ 10/5. അത് നമുക്ക് ഇങ്ങനെ ഹരിക്കാൻ വേണ്ടിയിട്ടാണോ. നിങ്ങൾക്ക് മറ്റേ മോഡലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എത്ര കിട്ടും? 2 Hz എന്ന് കിട്ടും. 2 Hz എന്ന് കിട്ടും. സിമ്പിളായിട്ടുള്ള മാത്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/0.5 വെച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 0.5നെ നമ്മൾ 5 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് × 10 ചെയ്തു. അപ്പോൾ അടിയിൽ × 10 ചെയ്തപ്പോൾ മേലെയും × 10 ചെയ്തു. അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അടുത്തത്, എ ട്യൂണിംഗ് ഫോക്ക് ഓഫ് frequency 512 Hz is excited and its stem is pressed on the table. Does the table vibrate in this situation? What is this phenomena known as? എന്താണ്? റെസൊണൻസ് ആണല്ലേ, നമ്മൾ പറഞ്ഞതാണല്ലേ. അപ്പോൾ when a tuning fork of frequency 256 Hz vibrate, the air around it and the eardrum of the person hearing the sound vibrate 256 times per second. How does the air near it vibrate when the tuning fork vibrate? അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേവ് മോഷൻ എന്ന ടോപ്പിക്കിൽ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.